വിദ്യാർത്ഥി വിസയിൽ കടുത്ത നടപടിയുമായാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോകുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകൾക്കായി ഇനി പുതിയ അഭിമുഖങ്ങൾ നടത്തേണ്ടെന്നാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ എംബസികളോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ വിദേശ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കുന്ന പ്രവർത്തനം, അതായത് സോഷ്യൽ മീഡിയ വെറ്റിംഗ് വിപുലീകരിക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് ഇതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതുവരെ കോൺസുലാർ വിഭാഗങ്ങൾ അധിക വിദ്യാർത്ഥി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അപ്പോയിന്റ്മെന്റ് ശേഷി ചേർക്കരുത്. ഈ നിർദ്ദേശം സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് വിസകൾക്ക് ബാധകമാണ് എന്നാണ് മെയ് 28 അയച്ച ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സന്ദേശത്തിൽ പറയുന്നത്. ഈ താൽക്കാലിക വിരാമം വിസ പ്രോസസ്സിംഗ് നീണ്ട കാലതാമസത്തിന് കാരണമായേക്കാം. മാത്രമല്ല, വരുമാനത്തിനായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന സർവകലാശാലകളെയും ഇത് ബാധിച്ചേക്കാം. അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളോടും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോടുമുള്ള ട്രംപിന്റെ യുദ്ധത്തിന്റെ ബാക്കി പത്രമാണിത്. കഴിഞ്ഞ വർഷം മാത്രം 10 ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ടെന്നും അവർ അമേരിക്കയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏകദേശം $43.8 ബില്യൺ സംഭാവന നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. സ്റ്റുഡന്റ് വിസകൾക്കുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതിനിടെയാണ് ഈ പുതിയ നയം വന്നിരിക്കുന്നത്. എല്ലാ സ്റ്റുഡന്റ് വിസ അപേക്ഷകൾക്കും സോഷ്യൽ മീഡിയ പരിശോധന വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഭീഷണിയായി ഭരണകൂടം കാണുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളടക്കത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ കോൺസുലാർ ഉദ്യോഗസ്ഥർ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ പോസ്റ്റുകൾ, ലൈക്കുകൾ, കമന്റുകൾ, ഷെയറുകൾ എന്നിവ പരിശോധിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തനിക്കും തന്റെ സർക്കാരിനുമെതിരെ ഉയരുന്ന സ്വരങ്ങളെ നിശബ്ദമാക്കുക എന്ന ട്രംപിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. വിസകൾ എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും പ്രോസസ്സ് ചെയ്യുന്നതെന്നും അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിയമം എന്നാണ് ഭരണകൂടം പറയുന്നത്. മാർച്ച് മുതൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ കോൺസുലാർ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പിന്നീട് പോസ്റ്റുകൾ പിൻവലിച്ചാലും അത്തരം പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അവർ എടുക്കുന്നുണ്ട്. ആക്ടിവിസത്തിന് പേര് കേട്ടവർക്ക് മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥി വിസ അപേക്ഷകൾക്കും ഈ വിപുലീകരണം ബാധകമാകും. ചില സർവകലാശാലകൾ തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണകൂടം പുതിയ വിസ പരിശോധനകളെ സെമിറ്റിക് വിരോധതയ്ക്കെതിരെ പോരാടാനുള്ള ശ്രമങ്ങളുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിസകൾ ഇതിനകം റദ്ദാക്കിയതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അതേസമയം പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ഇത് പല വിദ്യാർത്ഥികൾക്കും അമേരിക്കയിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിന്റെ ആശങ്ക ഉയർത്തുന്നതാണ്. ഇത് വിദ്യാർത്ഥികളെ മാത്രമല്ല, ഗവേഷണം, അധ്യാപനം, ധനസഹായം എന്നിവയും ബാധിക്കുമെന്ന് രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ സ്റ്റുഡന്റ് വിസയിൽ എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ചടങ്ങുകൾ സംബന്ധിച്ച് കർശന നിർദ്ദേശങ്ങളാണ് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏതെങ്കിലും കാരണത്താൽ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് റദ്ദായാൽ ഉടനെ വിസ തന്നെ റദ്ദാക്കുന്നതാണ് അതിലെ പ്രധാന നിബന്ധന. ക്രിമിനൽ കേസുകളിൽ പെട്ടാലും വിരലടയാള ഡാറ്റാബേസിൽ ക്രമക്കേട് കണ്ടെത്തിയാലും വിസ റദ്ദാക്കും. പഠനകാലത്തേക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉണ്ടെന്ന് ഉറപ്പാക്കണം. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സർക്കാർ അംഗീകരിച്ച വിദ്യാലയങ്ങളിൽ പഠിച്ചവരും കോൺസുലേറ്റുകൾ വഴി ഇന്റർവ്യൂ പൂർത്തിയാക്കിയവരുമാകണം. അക്കാദമിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഓഫ് ക്യാമ്പസ് ജോലികളിലെ നിയന്ത്രണം പാലിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഡിഗ്രി പഠനത്തിന് ശേഷം 12 മാസം ജോലി ചെയ്യാം. ഉപരിപഠനം പൂർത്തിയാക്കിയവർക്ക് 36 മാസവും. വിദേശ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സെവിസ് സംവിധാനത്തിലാണ് സൂക്ഷിക്കുന്നത്. ചട്ടങ്ങൾ പാലിക്കാതിരിക്കുകയോ കോഴ്സ് പൂർത്തിയാക്കുകയോ മറ്റിനും വിസകളിലേക്ക് മാറുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഈ സംവിധാനത്തിൽ നിന്ന് സ്വാഭാവികമായി അപ്രത്യക്ഷിതമാകും. ഇക്കഴിഞ്ഞ മാർച്ച് മാസം വരെ 1222 വിദ്യാർത്ഥികളുടെ വിസകൾ വിവിധ കാരണങ്ങളാൽ റദ്ദാക്കിയിട്ടുണ്ട്. സെവിസ് സംവിധാനത്തിൽ നിന്ന് 4736 പേരുടെ വിവരങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ട്. ചട്ടലംഘനത്തിന്റെ പേരിൽ വിസ റദ്ദാക്കപ്പെട്ടവരുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടുതൽ വരുമെന്നാണ് സൂചനകൾ പറയുന്നത്. 2023 അമേരിക്ക ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റ് വിസ നൽകിയത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ്. അതേസമയം പ്രശസ്തമായ ഹാർവാർഡ് സർവകലാശാലയ്ക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള യോഗ്യതയാണ് ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിരിക്കുന്നത്. നിലവിലുള്ള വിദേശ വിദ്യാർത്ഥികൾ ഉടൻ സർവകലാശാല മാറണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിർദ്ദേശം പാലിക്കാത്തവരുടെ വിദ്യാർത്ഥി വിസ റദ്ദാക്കുമെന്നും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ നടപടി നിയമാനുസൃതമല്ലെന്ന് ഹാർവാർഡ് സർവകലാശാല പ്രതികരിക്കുകയായിരുന്നു. ഈ നടപടി ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികളെയാണ് സാരമായി ബാധിക്കുന്നത്. ഹാർവാർഡിൽ 27% വിദേശ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 6700 വിദേശ വിദ്യാർത്ഥികളാണ് ഹാർവാർഡിൽ പ്രവേശനം നേടിയിട്ടുള്ളത്.
നേരത്തെ ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള സർക്കാർ ധനസഹായം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിയിരുന്നു. കോഴ്സ് പ്രവേശന നടപടികളിലടക്കം ഇടപെടാനുള്ള ട്രംപിന്റെ നീക്കം സർവകലാശാല തടഞ്ഞതോടെയാണ് ഭരണകൂടത്തിന്റെ നടപടി. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ $200 കോടി സഹായം നൽകില്ലെന്നാണ് ട്രംപ് വിശദമാക്കിയത്. ഹാർവാർഡ് സർവകലാശാലയുടെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്റ്റെൻഡ് വിസിറ്റർ പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ അവസാനിപ്പിക്കാൻ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന് ഉത്തരവിടുകയായിരുന്നു. ഇതിനർത്ഥം ഹാർവാർഡിന് ഇനി വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാൻ കഴിയില്ലെന്നും നിലവിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ നിയമപരമായ പദവി മാറ്റണമെന്നുമാണ്. നടപടിക്ക് പ്രധാന കാരണം ജൂതവിദ്വേഷം ക്യാമ്പസിലുണ്ട് എന്നതാണ്. ഹമാസ് അനുകൂല നടപടികൾ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നതായി ഭരണകൂടം പറയുന്നു. അമേരിക്കൻ വിരുദ്ധരും തീവ്രവാദ അനുകൂലികളുമായ പ്രക്ഷോഭർ ഹാർവാർഡിൽ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. ഒരു കാലത്ത് ആദരണീയമായിരുന്ന ക്യാമ്പസാണ് ഹാർവാർഡിലേത്. ഇന്നവിടെ സുരക്ഷിതമല്ലാത്ത ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഉള്ളതെന്നും ട്രംപ് ഭരണകൂടം പറയുന്നുണ്ട്. പ്രക്ഷോഭകരിൽ പലരും വിദേശ വിദ്യാർത്ഥികളായതാണ് നടപടിക്ക് കാരണം. അക്രമം, ജൂതവിരുദ്ധത എന്നിവ വളർത്തിയതിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അതിന്റെ ക്യാമ്പസിൽ ഏകോപനം സാധ്യമാണെന്നെല്ലാം എടുത്തുകാട്ടിയാണ് ട്രംപ് ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.